പിന്നെ ഈ ഞങ്ങള് ഇപ്പോ ഡിയർ ഫ്രണ്ടിന്റെ ഒക്കെ സമയം മുതൽ പുള്ളി ഭയങ്കര ഹെൽത്തും ഡയറ്റ് വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങള് ജിമ്മില് പോകാനായിട്ട്, അന്ന് എനിക്കൊരു മൂഡില്ല ജിമ്മിൽ പോകാനായിട്ട്. അപ്പൊ ഞാനാണ് പിന്നെ പിരികേറ്റ് ജിമ്മിലേക്ക് ഇതിലേക്ക് വർക്കൗട്ടിലേക്ക് എത്തിച്ചത്. അപ്പൊ അന്ന് ഞാൻ എനിക്ക് വയ്യ, എനിക്ക് രാത്രി ഷൂട്ട് അങ്ങോട്ട് ഉണ്ട്. അപ്പൊ ഇവന് ഉച്ചവരെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വന്നേക്കാണ്. എന്നിട്ട് ഇവന് ജിമ്മിൽ പോകണം. അപ്പൊ രാത്രി ഒരു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു 11 മണിക്ക് കണ്ടാണ് ഇവന് ജിമ്മിൽ പോകണമെന്നും പറയണേ. രാത്രി 11 മണിക്ക് ജിമ്മിൽ, അപ്പൊ എനിക്ക് വയ്യാത്തവരോണ്ടാണ് ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെ അടുത്ത്, രാത്രി ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ശരി അപ്പൊ പോണ്ടല്ലേ, വേണ്ട അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് ഒക്കെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് രാത്രി ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല. ഞാനാണെങ്കിൽ ഇവൻ ഇത് എന്ത്, ഞാൻ പറഞ്ഞു അതല്ല, അത് ഗൂഗിളിൽ ഒന്നും അത് ഉണ്ടാവില്ല, ഗൂഗിളിൽ കാണുന്നൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ, ശരിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ആണോ അങ്ങനെയാണോ, അല്ലെ പിന്നെ നീ ഡോക്ടറെ കണ്ടതിനെ ഗൂഗിളിൽ നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി പറഞ്ഞിട്ട് അപ്പോഴും ഇവൻ വീണ്ടും ഗൂഗിൾ ചെയ്തിട്ട് പറയണു അല്ല ഇതിങ്ങനെ തന്നെയാണ്, ഒരു രക്ഷയില്ല, ഇവൻ ഇത് വർക്കൗട്ട് ചെയ്തേ മതിയാവും. അപ്പൊ ഞാൻ അടുത്ത സാധനം ഇറക്കി നമ്മളുടെ ജിമ്മ്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്ന ഹോട്ടലിൽ ഇങ്ങനെ കുറേ നടന്നൊരു മൂലക്കാണ് ഈ ജിമ്മ്, ഹോട്ടലിൽ തന്നെ മുകളിലൊരു മൂലക്കാണ് ജിമ്മ്. പറഞ്ഞു ബാംഗ്ലൂരാണ് സ്ഥലം, പണ്ട് ഇവിടെ ചെറിയ ആ ജിമ്മിൽ വെച്ച് ഒരു കൊലപാതകമൊക്കെ നടന്നിട്ടുണ്ട്, വെറുതെ വേണോ എന്ന് വെച്ചപ്പോഴത്തേക്കും പ്രേതത്തിനെ പേടിയുണ്ട് പുള്ളിക്ക്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്കും പോടാ പറഞ്ഞു, എടാ വേണമെങ്കിൽ മതി, എനിക്കിപ്പം തൊട്ട് നിന്നെ പ്രേതം പിടിച്ച് എനിക്കെന്താന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ശരി എന്നാ വർക്കൗട്ട് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ ആ ആശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഷൂട്ടിലെത്തിയിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സേജ്, ഒരു വീഡിയോ മെസ്സേജ്, പുള്ളി ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ, എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ തിരിച്ച് കാണിക്കുമ്പോൾ ഇവന്റെ ഭാര്യ, അവൾക്ക് 9 മണിയാകുമ്പോൾ കിടന്നുറങ്ങും, അവളെ വിളിച്ച് കഴിഞ്ഞിട്ട് അവിടെ ആ ട്രെഡ്മില്ലിന്റെ ബാക്കിൽ ഒരു ബെഞ്ചിൽ അങ്ങനെ കിടത്തി ഉറക്കിയേക്കാം കൂട്ടില്, എന്നാലും വർക്കൗട്ട് മുടക്കില്ല. കൂട്ട് കിടത്തിയിട്ടാണെങ്കിലും അല്ല ഞാൻ പറഞ്ഞത്, ചില സമയത്ത് ഞാൻ ആലോചിക്കുമ്പോണ്ടല്ലോ, അന്ന് അതിനുശേഷം ഞാൻ ഇടയ്ക്ക് ഡയറ്റും വർക്കൗട്ടൊക്കെ വിടും, പിന്നെ വീണ്ടും തുടങ്ങുന്നുള്ളു. ഇവൻ അന്ന് മുതൽ ഏകദേശം, പിന്നെ അത് കഴിഞ്ഞ് എയറമിന് വന്ന സമയത്താണെങ്കിലും ഇവനെന്ന് വെച്ചാല് ഈ സാറ്റലൈറ്റ് അത്രയ്ക്ക് അങ്ങനെ ആയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഭക്ഷണം ഡയറ്റ് ഫുഡ് ചോദിച്ചു മേടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത്. എന്നിട്ട് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നിട്ട് ഓരോ കഷ്ടപ്പാടത്ത് കഴിക്കും. ആ ഡിയറിന്റെ സമയത്ത് തുടങ്ങിയതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തും കണ്ടിന്യൂറ്റി ആയി. ഭക്ഷണത്തിന് സമയമായി കഴിഞ്ഞാൽ ഞാൻ നമുക്ക് ബേസിലുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അന്ന് തുടങ്ങിയ ഡയറ്റാണ്. ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ മറ്റേ ഇതാണ്, ഡയറ്റ് ഫുഡൊക്കെ ചോദിച്ചു മേടിക്കാം, സാറ്റലൈറ്റ് ആയി എല്ലാം നടന്നപ്പം ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ അല്ലേ? ബേസിലിനെ സംബന്ധിച്ച് ബേസിൽ ഇപ്പോൾ കുറെ നാളുകളായിട്ടുണ്ട് കൗണ്ടറുകളിലെ ആശാനായി മാറി. അത് കുറെ നാളായി, പണ്ട് പോലെ ഉണ്ട്, കുറെ നാളായിട്ട് ആൾക്കാർ കാണുന്നുള്ളൂ എന്നുള്ളത്, പണ്ട് പോലെ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ട്, പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ്. അങ്ങനെയാണല്ലേ ബേസിലെ? അല്ല അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് കോമഡി തമാശ പറയുമ്പോൾ തിരിച്ചെന്തെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും വേണമെന്ന് ഓർത്താണോ? അല്ല എന്തെങ്കിലും ഒരു രസം വേണ്ടേ? ആൾക്കാർ അങ്ങോട്ട് കളിയാക്കുന്ന പോലെ തിരിച്ചും കളിയാക്കും, തിരിച്ചെന്നെ കളിയാക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് അങ്ങോട്ട് കളിയാക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ലൊരു രസമുള്ളൂ. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ആ അളിയാ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്നതിന് ഒരു രസമില്ലല്ലോ. എന്റർടൈൻമെന്റ് ഒക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ്, അത് വേണം. എനിക്ക് അങ്ങനെയുള്ള ഇഷ്ടം. എനിക്ക് എപ്പോഴും വീഡിയോ എടുത്തൊക്കെ മേടിക്കാറുണ്ട്. ഇത് അങ്ങോട്ടാണോ പോകുന്നതെന്ന് എനിക്ക് ചെറിയൊരു കൗണ്ടർ എന്ന് പറഞ്ഞ സാധനം ഇട്ടപ്പോഴത്തേക്കും എപ്പോഴും മേടിക്കാറുണ്ട്. ഇന്ന് ഇത്ര സമയം ചോദിച്ചു മേടിക്കുന്ന ഞാനും മേടിക്കാറുണ്ട്. അത് ഇവനായിട്ട് തരണമെന്ന് ആഗ്രഹിച്ചിട്ട് തരുന്നൊന്നല്ല, കണ്ടോ എന്നെക്കാളും പ്രശ്നമാണ് ഇവൻ. വെറുതെ ഇവിടെ വന്നിട്ടാണ് പരാതി പറഞ്ഞത്. ഒരു കാര്യമില്ല, ഞാൻ നമിച്ചേട്ടോ ചോദിയാ നല്ലത്, തിരിച്ചു തരുവാണ്, ഉടനെ തരുവാണ്. ഈ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഈ അവരുടെ എല്ലാവരുടെയും ഒരു കഴിവ് തന്നെയാണ് നമ്മുടെ സിനിമയുടെ വിജയത്തിലേക്ക് വന്നത്. ആർട്ടിസ്റ്റുകൾ മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ, ഒന്ന് പേരുകൾ പറഞ്ഞു പോവാണെങ്കിൽ 3 കാലഘട്ടത്തിലായിട്ട് കുറെ ആർട്ടിസ്റ്റുകൾ. കാലഘട്ടമാണ്, അതായത് നീ 3 പക്ഷെ ഒരെണ്ണത്തിന്റെ ശമ്പളം മേടിച്ചിട്ടുള്ളൂ. ഞാൻ 3 ശമ്പളം അതല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്തെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാല് എനിക്കെന്ന് വെച്ചാൽ ലിസ്റ്റ് പറയുമ്പോൾ ആരെങ്കിലും പേര് വിട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഞാനും ഇവനും ഒക്കെ എന്നല്ലാതെ ഇപ്പൊ അജയന്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഈ കൃതി ഷെട്ടി ഉണ്ട്, സഞ്ജു ശിവറാം ഉണ്ട്, നമ്മളുടെ നിസ്താറൊക്കെ ഉണ്ട്, പിന്നെ ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, അജു ഏട്ടനുണ്ട്, രോഹിണി ചേച്ചി ഉണ്ട്,
ഹരീഷ് ഉത്തമൻ, ഹരീഷ് ഏട്ടൻ, ജിതിൻ പുത്തഞ്ചേരി, അവരുടെ കൂടെ ആരു, ശിവജിത്ത്, പിന്നെ ഓർമ്മിപ്പിക്കേ, സുധീഷ് ഏട്ടൻ, നമ്മുടെ സുധീഷ് ഏട്ടൻ ഉണ്ട്, അനീഷ് ഏട്ടനുണ്ട്, നിർമ്മൽ പാലാഴി, അപ്പൊ നിർമ്മൽ ഏട്ടനുണ്ട്, നമ്മുടെ നിസ്താറിക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പിന്നെ കന്നഡത്തിലുള്ള മറ്റേ പ്രമോദ് ഷെട്ടി, പക്ഷെ അത് മുമ്പത്തെ കാലഘട്ടം. അപ്പൊ പ്രമോദ് ഷെട്ടി ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളുടെ സന്തോഷ് ഏട്ടൻ, സന്തോഷ് കീഴാറ്റൂര്, പിന്നെ സുരഭി, ജഗദീഷ് ഏട്ടൻ, പിന്നെ കൃതി ഷെട്ടി പറഞ്ഞു. എനിക്ക് 2 പ്രാവശ്യം പറഞ്ഞു പാർവതി ചേച്ചി ഉണ്ട്, പിന്നെ നമ്മളുടെ ഐശ്വര്യ രാജേഷ് ഉണ്ട്, അങ്ങനെ പിന്നെ നമ്മളെ കൃഷ്ണൻ ചേട്ടനുണ്ട്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പുള്ളിയും ഇഷ്ടം പോലെ. അല്ല ഈ പറയുന്നത് കേട്ടെന്ന് നമ്മൾ ഈ സമയത്തൊക്കെ നിങ്ങളുടെ ഷൂട്ടുകൾ നമ്മൾ ചില പ്രൊമോഷനൊക്കെ പോയിക്കുമ്പോൾ പ്രൊമോഷൻ കഴിയുമ്പോൾ തന്നെ ഓരോരുത്തർ എങ്ങോട്ടാ കാസർഗോഡിലേക്കാണ്. ഏത് സിനിമയുടെ പ്രൊമോഷൻ വന്നാലും പോകുന്നത് പിന്നെ കാസർഗോഡ് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകുന്നത്. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഞാൻ അവിടെ നമ്മുടെ ഡോക്ടർ ബിജു സാറിന്റെ പടം അവിടെ ആയിരുന്നു, കൊസഡി മുംബൈയും അവിടെയൊക്കെ ആയിരുന്നു ഷൂട്ട്, കാസർഗോഡായിരുന്നു ഷൂട്ട്. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ചെയ്യണത് ഈ പടമാണ്. എനിക്ക് തോന്നുന്നു അപ്ലൈ ചെയ്തിരിക്കുന്ന റേഷൻ കാർഡ് കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. അത്ര കാലം ഞാൻ അവിടെ വീടൊക്കെ എടുത്ത് താമസിച്ച് ആണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ എന്തായാലും അതിന്റെ ഒരു ഫലം കാണട്ടെ രോവി. ഈ സമയക്കുറവാണ് നമുക്ക്. ഇനിയുള്ള മിനിറ്റുകൾ നമ്മുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് ഈ സിനിമ കാണാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടെ ഉള്ള പ്രേക്ഷകർ, നിങ്ങൾക്കുമായിരിക്കും ആളുകളുടെ ഒപ്പം ഇരുന്ന് കാണാനുള്ള ആകാംക്ഷയുണ്ട്. നാളെ സിനിമയ്ക്കല്ലേ? പിന്നെ ഷൂട്ടല്ലേ? ഷൂട്ടുണ്ട്. വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞിട്ട് മതി. ഇവനാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നീ അല്ലല്ല, ഷൂട്ട് പണി മുടക്കിയിട്ടൊന്നും ആരും പ്രൊഡ്യൂസർ വിട്ടാ ഞാൻ വരാം. നമ്മള് റെഡിയാണ്. നാളെ ഒരു സമയം കൊടുക്കുക. ഞാൻ ആ വഴിക്ക് പ്രൊഡ്യൂസറായിട്ട് പോകാറുമില്ല. ഞാൻ അവിടെ പ്രൊഡ്യൂസർ എന്നുള്ള മറ്റേ പേരും എന്റെ മുഖവും മാത്രമേ ഉള്ളൂ. ബാക്കി ചെയ്യുന്നത് അവിടെ പണിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഡയറക്ടറുണ്ട്, അവരൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പൊ അവിടെ നടക്കട്ടെ, പണികൾ നടക്കട്ടെ. മാത്രമല്ല ഞാനിവിടെ നിനക്ക് ഇപ്പോൾ ഷൂട്ടിംഗ് ഒന്നുമില്ലേ? നീ ഇപ്പൊ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ആരുടെ ഷൂട്ടിന്റെ ഇടയിൽ? അതെന്റെ പ്രൊഡ്യൂസറുമാരും എന്റെ സംവിധായകനും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു പോയി പ്രൊമോട്ട് ചെയ്തിട്ട് പോവാ. അതുപോലെ നിന്റെ അടുത്ത് പറയാനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ വേണേ ഞാനിടയ്ക്ക് ഇവനെ വിളിക്കും. വൈകുന്നേരം ഒക്കെ ആകുമ്പോ ഷൂട്ടിന്റെ സമയത്ത് നോക്കിയിട്ട് ഞാൻ വിളിക്കും. ഇതിനെ വിളിക്കണമെന്ന് അറിയാമോ? എടുത്താൽ ഷൂട്ടിന്റെ സമയത്താണോ ഫോണിൽ കളിച്ചിരിക്കുന്നത് പറയാൻ വേണ്ടി മാത്രം വിളിക്കുന്നത്. ഹലോ, എങ്ങനെയെങ്കിലും എന്റെ കോൾ ഷീറ്റാ, എന്റെ കോൾ ഷീറ്റാ. ഫുൾ ടൈം അവിടെ ഷൂട്ടില്ലെങ്കിൽ അവിടെ പോയിരുന്നു, വെറുതെ പോയിരുന്നോളാം. എനിക്ക് കാശ് തരുന്നല്ലേ? അല്ല, ഒരു പ്രൊഡ്യൂസറിന്റെ വേദന വേറെയാണ്, അത് സംശയമില്ല. ഡയറക്ടറിന്റെ വേദന വേറെയാണ്, അഭിനേതാവിന്റെ വേദന വേറെ. വേദന മസ്റ്റാ. വേദന ഉറപ്പായിട്ടും ഇല്ലാത്തൊരു ജോലി ഇല്ല. വേദനയുണ്ട്, വേദനയുണ്ട്. അതെനിക്കിഷ്ടായി. കിട്ടി അത് കിട്ടി. ഡബിങ്ങിന് ശേഷം എന്നുള്ളതല്ല, എല്ലാം ആദ്യം തന്നെ മേടിച്ചോട്ടോ. വേദന അല്ലേ? അത് ഉറപ്പല്ലേ തരാം. അതിലൊന്നും തല്ല് വരുന്ന പോലെ ഉണ്ടല്ലോ. അതല്ല, വേതനം ഇപ്പൊ എനിക്കാണത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. പണിയെടുക്കുന്നതിന് ശമ്പളം കിട്ടിയിരിക്കണം. അത് കൊടുക്കാതെ പറ്റിക്കുന്നതിനേക്കാളും ഭേദം വേറെ വല്ല പണിക്കും പോവാം. എന്റെ ഭാഗത്ത് എന്തായാലും അതുണ്ടാവില്ല. കാര്യം എനിക്ക് അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്, കിട്ടാത്ത അനുഭവങ്ങളുണ്ട്. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.